Hi, hello, welcome back to my YouTube channel. My name is Priya. ആദ്യമായിട്ടായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഹൗ ടു ലുക്ക് ക്ലീൻ എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഒരുപാട് വലിച്ചു നീട്ടാതെ, ഇൻട്രോ തന്നെ വലിച്ചു നീട്ടാതെ കാര്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഡ്രസ്സിങ് ആണ്. ആദ്യം തന്നെ നമ്മളെ കാണുന്ന ഒരാൾ ആദ്യം തന്നെ നോക്കുന്ന ഒരു കാര്യം അവരെങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, അവരുടെ ഡ്രസ്സിങ് എങ്ങനെ ഉണ്ടെന്നാണ് ആദ്യം തന്നെ നോക്കുന്നത്. അപ്പം ഡ്രസ് വെൽ, അതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രസ് വെൽ എന്ന് പറയുമ്പം ഏത് ഡ്രസ്സും ആയിക്കോട്ടെ, ബ്രാൻഡഡ് ആവണം അല്ലെങ്കിൽ ലോ ക്വാളിറ്റി, അതൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഏത് ഡ്രസ്സും ആയിക്കോട്ടെ അത് അയൺ ചെയ്തിട്ട് ധരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ക്ലോത്ത്സ് വാങ്ങുന്ന സമയത്ത് കുറച്ച് പൈസ കൂട്ടി വെച്ചിട്ട് നല്ല ക്വാണ്ടിറ്റി നോക്കാതെ ക്വാളിറ്റി ഡ്രസ്സുകൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണത്. ഞാൻ എപ്പോഴും ക്വാണ്ടിറ്റി ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്, ക്വാളിറ്റി ഞാൻ നോക്കാറില്ലായിരുന്നു. ഫോർ എക്സാമ്പിൾ, എൻ്റെ പൈസ ഉള്ള സമയത്ത് ഇപ്പോൾ ഒരു 500 റുപ്പീസ് എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു 500 ആക്കാനല്ലേ ശ്രമിക്കാറ്. ഞാൻ 500-നുള്ളിൽ എത്ര ഡ്രസ്സുകൾ എനിക്ക് വാങ്ങിക്കാൻ പറ്റും എന്നായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ കോംബോ ഓഫറിലൊക്കെ ഡ്രസ്സുകൾ വാങ്ങിക്കുക. അത് എനിക്ക് പറ്റിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരൊറ്റ യൂസിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സെക്കൻഡ് യൂസ് ആവുന്ന സമയത്തേക്ക് അതിൻ്റെ കളർ ഇളകി പോകുന്നതല്ല പ്രശ്നം, ആ കളർ ഇളകി ആ പ്രിന്റിൽ തന്നെ പിടിക്കാറുണ്ട്. അതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പം എപ്പോഴും ഡ്രസ്സ് വാങ്ങിക്കുമ്പം ക്വാളിറ്റി ഡ്രസ്സുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അതൊന്നും അല്ല നമ്മുടെ അടുത്ത വിഷയം. നമ്മുടെ ഏത് ഡ്രസ്സാണോ ഉള്ളത് അത് നമ്മൾ അയൺ ചെയ്ത് വൃത്തിയായിട്ട് നീറ്റായിട്ട് ധരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ്. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയാണ്. മുടി എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് ഉപയോഗിക്കുക. ഇത് ഞാൻ ബേസിക് ഹൈജീൻ അല്ല കേട്ടോ പറയുന്നത്. നമുക്ക് നമ്മുടെ ലുക്കിൽ എങ്ങനെ ക്ലീൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ ബേസിക് ഹൈജീനുകളെല്ലാം നിങ്ങൾ നോക്കണം. കുളിക്കുക, 2 നേരം കുളിക്കുക, 2 നേരം അല്ലെങ്കിൽ 1 നേരം കുളിക്കുക, ബ്രഷ് ചെയ്യുക, ഷാംപൂ വാഷ് വൺസ് ഇൻ എ വീക്ക് ഓർ ട്വൈസ് ഇൻ എ വീക്ക്, അതൊക്കെ ചെയ്യുക. പിന്നെ മുടിയുടെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, മുടി എപ്പോഴും ഒരു സ്ലീക്ക് ബണ്ണ് കിട്ടുന്ന സമയത്ത് ഒരു ലുക്ക് ക്ലീൻ ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ ഒരു സ്ലീക്ക് ബണ്ണാണ് ചെയ്തത്. ഇറ്റ് ലുക്ക് ക്ലീൻ, റൈപ്പ് സ്റ്റൈൽ എന്തോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾക്ക് ഇച്ചിരി ലുക്ക് ക്ലീൻ ആയിട്ടിരിക്കണമെങ്കിൽ സ്ലീക്ക് ബണ്ണ് കിട്ടുമ്പം ഇറ്റ്സ് വെരി ഗുഡ്, ബെറ്റർ ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വരുമ്പം ആക്സസറിയുടെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ആക്സസറി നിങ്ങൾ വെയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഗോൾഡ് ആണെങ്കിൽ നിങ്ങൾ ഗോൾഡ് തന്നെ വെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതർവൈസ് നിങ്ങൾ സിൽവർ ജ്വല്ലറീസ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സിൽവർ ജ്വല്ലറീസ് മാത്രം വെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ, ഇപ്പം മാല ഗോൾഡ്, കമ്മൽ സിൽവർ, അത് അത്ര ബ്യൂട്ടിഫുൾ അല്ല. പക്ഷേ ആക്സസറി ഫുള്ള് ഗോൾഡൻ ആയിട്ട്, വാച്ച് ആണെങ്കിൽ സിൽവർ ആണെങ്കിൽ ബെറ്റർ ആണ്. അങ്ങനെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മളുടെ അണ്ടർടോൺ വെച്ചിട്ട് നമുക്ക് ഏത് കളറ് ജ്വല്ലറി ആണ് നമുക്ക് ചേരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു വാം അണ്ടർടോൺ ആണ്. അപ്പം എനിക്ക് കൂടുതലും ചേരുക ഗോൾഡൻ ജ്വല്ലറീസ് ആണ്. ഇപ്പം നിങ്ങളുടെ ഒരു കൂൾ അണ്ടർടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ചേരുക സിൽവർ ജ്വല്ലറി ആണ്. ഞാൻ ChatGPT-യിൽ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അങ്ങനെയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ അണ്ടർടോൺ കണ്ടുപിടിക്കുക. അതിനുശേഷം നിങ്ങൾ ജ്വല്ലറി വെയർ ചെയ്യുമ്പോൾ ഇറ്റ് ലുക്ക് ബെറ്റർ. പഴയതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് തോന്നും എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ വാം അണ്ടർടോൺ ആണോ സ്കൂൾ അണ്ടർടോൺ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് പറയാവേ, എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ ഈ വെയിൻസ് ഉണ്ടല്ലോ, കയ്യിലെ വെയിൻ ഉണ്ടല്ലോ, ആ വെയിന് ഇപ്പം ഗ്രീൻ കളർ ആണെങ്കിൽ നിങ്ങളുടെ വാം അണ്ടർടോൺ ആണ്. മറിച്ച് അതൊരു ബ്ലൂ കളർ ആണെങ്കിൽ നിങ്ങളുടേത് കൂൾ അണ്ടർടോൺ ആണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെ ആക്സസറീസ് വെയർ ചെയ്യുന്ന സമയത്ത് ഗോൾഡൻ ആണെങ്കിൽ ഗോൾഡൻ ജ്വല്ലറീസ് മാത്രം വെയർ ചെയ്യുക. സിൽവർ ജ്വല്ലറി ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ സിൽവർ ജ്വല്ലറീസ് മാത്രം വെയർ ചെയ്യുക. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ലുക്ക് ചീപ്പ്, കൊള്ളത്തില്ല, അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഓക്കെ,
പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഓവർ ആവാതെ ഇരിക്കുക, മിനിമൽ ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നല്ലൊരു ലിപ് ഷെയ്ഡ് നമ്മുടെ സ്കിൻ ടോണിനെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ സ്കിൻ ടോൺ കുറച്ചൊന്ന് എൻഹാൻസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ് കണ്ടുപിടിച്ചിട്ട് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പം ലിപ്സ്റ്റിക് അത് യൂസ് ചെയ്യാം. അതിനുശേഷം കണ്ണെഴുതുന്ന സമയത്ത് ഫുള്ള് കണ്ണെഴുതാതെ പകുതിക്ക് വെച്ച് കണ്ണെഴുതി ഒരു വിങ് ലൈൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം കുറച്ചുകൂടെ ഒന്ന് ലുക്ക് യുണീക്ക് ആയിട്ടൊക്കെ തോന്നാറുണ്ട്, എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഫില്ല് ചെയ്യാതെ കുറച്ച് ബാക്കിൽ വന്നിട്ട് അങ്ങനെ ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ മേക്കപ്പിന്റെ കാര്യമൊക്കെ അങ്ങനെ മിനിമൽ ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യുക. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മോയ്സ്ചറൈസർ, സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുക. ഓക്കെ, പിന്നെ വരുന്ന സമയത്ത് നെയിൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നെയിൽസ് എപ്പോഴും നമ്മൾ ട്രിം ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളർത്താൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വളർത്തി വെക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ വളർത്തിയിട്ട് നല്ല ഷേപ്പായിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാതെ. ഇപ്പം കയ്യിൽ നഖം വളർത്തുന്ന ഒരാളാണെങ്കിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, അവരെ പുറമേന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ അവര് നെയിൽ പോളിഷ് ഇടുന്ന സമയത്ത് നമ്മൾ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ നെയിൽ പോളിഷ് ഇടുന്നവരുടെ കാര്യമാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, കയ്യിൽ നെയിൽ പോളിഷ് ഇടുമ്പം 1-2 ദിവസം അത് നിൽക്കും. പക്ഷെ 3-4 ദിവസം കഴിയുന്ന സമയത്ത് അതിൻ്റെ ഈ എൻഡിലുള്ള നെയിൽ പോളിഷ് എല്ലാം പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷെ അവരത് റിമൂവ് ചെയ്യാതെ അത് വെച്ചുകൊണ്ടേ ഇരിക്കും. നിങ്ങൾ നെയിൽ പോളിഷ് അടിച്ചില്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ, പക്ഷെ ആ പകുതിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ഇറ്റ്സ് ലുക്ക് ചീപ്പ്. അപ്പം അങ്ങനെ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് നെയിൽസ് അത്ര മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ കൈ ഒന്ന് ട്രിം ചെയ്ത് നീറ്റായിട്ടിരിക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്ക് ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എൻ്റെ കയ്യിലെ നഖങ്ങൾ. എനിക്ക് നഖം വളർത്താൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എൻ്റെ കയ്യിൽ നഖം വളർത്തി കഴിഞ്ഞാൽ. അപ്പം ഞാനത് ട്രിം ചെയ്ത് ഉപയോഗിക്കും. ഓക്കെ, അതാണ് എനിക്ക് പിന്നെ പറയാനുള്ളത്. പിന്നെ നമ്മുടെ കാലിലെ നഖങ്ങളാണെങ്കിൽ എപ്പോഴും നമ്മളതൊന്ന് വൺസ് ഇൻ എ വീക്ക് നമ്മളൊന്ന് കാലിൽ പെഡിക്യൂർ ചെയ്യുക. അത് വീട്ടിൽ തന്നെ നമ്മൾ പെഡിക്യൂർ ചെയ്യുക. എന്നിട്ട് നല്ലൊരു നമുക്ക് ഇണങ്ങിയ ഒരു കളർ, അല്ലെങ്കിൽ നമുക്ക് സ്യൂട്ട് ആവുന്ന ഒരു കളർ വെച്ചിട്ട് നമ്മളത് നെയിൽ പോളിഷ് അടിക്കുക. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ കാലിന് ചേരുന്ന ഒരു കളർ വൈറ്റ് ആണ്. വൈറ്റ് മാറിയിട്ട് പിന്നെ ഒരു യെല്ലോ ഷെയ്ഡും എൻ്റെ കാലിന് നന്നായിട്ട് ചേരും. അപ്പം ഈ 2 കളർ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ വീക്ക്ലി വൺസ് ഞാൻ എൻ്റെ നെയിൽ പോളിഷ് മാറ്റിയിട്ട് റിമൂവ് ചെയ്തിട്ട് ഒരു ചെറിയ പെഡിക്യൂർ വീട്ടിൽ തന്നെ ചെയ്ത് പിന്നെ നെയിൽ പോളിഷ് റീഅപ്ലൈ ചെയ്യും. ഒരു ദിവസം ഒന്ന് വിട്ടിട്ട് ഒന്ന് ബ്രീത്ത് ചെയ്യാൻ ആ നെയിൽസിന് ഒന്ന് സമയം കൊടുത്തിട്ട് ഞാൻ വീണ്ടും വൈറ്റ് കളർ, അല്ലെങ്കിൽ എൻ്റെ കാലിന് ഏത് കളറാണോ പറ്റുന്നത് ആ കളർ തന്നെ ഞാൻ റീഅപ്ലൈ ചെയ്യും. അതാണ് എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് എനിക്ക് ഡ്രസ്സിങ്ങിനെ തന്നെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, നമ്മുടെ ബോഡി ഷേപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അത് ഐഡന്റിഫൈ ചെയ്യാൻ അറിയത്തില്ല എന്നുള്ളവരാണെങ്കിൽ നമ്മുടെ ഒരു ഫുൾ സൈസ് ഫോട്ടോ എടുത്തിട്ട് ചാറ്റ് GPT ഇടുക. എന്നിട്ട് ചാറ്റ് GPT എടുത്ത് നമ്മളിങ്ങനെ പ്രോംപ്റ്റ് കൊടുക്കുക, പ്ലീസ് ഐഡന്റിഫൈ മൈ ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പം പുള്ളിക്കാരൻ നമ്മുടെ ബോഡി ഷേപ്പ് ഐഡന്റിഫൈ ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സിങ്, അല്ലെങ്കിൽ നമ്മൾ ഈ തരത്തിലുള്ള ഡ്രസ്സിങ്ങുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലുക്ക് കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പണ്ട് ഞാൻ എൻ്റെ ബോഡി ഷേപ്പ് മനസ്സിലാക്കാതാണ് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ ബോഡി ഷേപ്പ് മനസ്സിലാക്കിയിട്ടാണ് ഡ്രസ്സ് ചെയ്യാറുള്ളത്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ബോഡി ഷേപ്പാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഷോൾഡർ ലെങ്ത് തന്നെയാണ് എൻ്റെ ഹിപ്പല്ല വേസ്റ്റ് ലെങ്ത്, ആ ലെങ്ത് ബോത്ത് ആർ സെയിം. അപ്പം അതിനർത്ഥം എൻ്റെ ഒരു റെക്റ്റാങ്കിൾ ബോഡി ഷേപ്പാണ്. അപ്പം ഞാൻ എപ്പോഴും എനിക്ക് കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആയിട്ടുള്ള ഡ്രസ്സിങ് എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് ഒതുങ്ങി നിന്നിട്ട്, ഈ ഹിപ്പിൻ്റെ അവിടെ ഒന്ന് ഒതുങ്ങി നിന്നിട്ട് വേസ്റ്റിൻ്റെ അവിടെ വരുമ്പോൾ കുറച്ചൊന്ന് ഇവിടെ കുറച്ച് എന്താ പറയുക, ഞാനത് ഫോട്ടോ കാണിക്കാം കേട്ടോ. ഇവിടെ അങ്ങനെയുള്ള ഡ്രസ്സിങ്ങുകളാണ് എനിക്ക് കൂടുതലും ചേരുന്നത്. അപ്പം അങ്ങനത്തെ ഡ്രസ്സാണ് ഞാനിപ്പം ധരിക്കാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വ്യത്യാസം, ഭയങ്കര ഡിഫറൻസ് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം തന്നെ എൻ്റെ ഡ്രസ്സിങ് കുറേ പേര് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ഐഡൻറ്റിഫൈ യുവർ ബോഡി ഷേപ്പ് ആൻഡ് ദെൻ യു വെയർ ഡ്രസ് and it looks amazing, a drastic change in your life.
നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ ഫേസ് ഷേപ്പ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പണ്ട് ഞാൻ ഈ ഐ ഗ്ലാസ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു റെക്റ്റാങ്കിൾ ഐ ഗ്ലാസ് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതെൻ്റെ മുഖത്തിന് ഒട്ടും ചേരുന്നുണ്ടാകുന്നില്ല. പിന്നെ ഞാൻ റീപർച്ചേസ് ചെയ്ത ഐ ഗ്ലാസ് ആണിത്. എൻ്റെ മുഖം ഒരു ഓവൽ ഷേപ്പാണ്. സോ എനിക്ക് ചേരുന്ന ഐ ഗ്ലാസ് അല്ലെങ്കിൽ ഐ ഗ്ലാസിൻ്റെ ഷേപ്പ് ക്യാറ്റ് ഐ ഗ്ലാസ്സസ് ആണ് എനിക്ക് ചെയ്യാറുള്ളത്. അങ്ങനെ നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യാം. അപ്പം ഞാൻ എല്ലാം ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഫോട്ടോസ് ഒക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അതൊന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ വീഡിയോ, ലൈക്ക് മൈ വീഡിയോ. യാ, ദാറ്റ്സ് ഇറ്റ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ.